സാധനം സൗദിയിലെ ഫാമിലി വിസിറ്റേഴ്സുടെ അപ്പോയിൻമെൻറ്റ് ഇന്നലെ മുതൽ താഷ്കീറിൻ്റെ വെബ്സൈറ്റിൽ ഓപ്പൺ ആയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതിനെ സംബന്ധിച്ച് ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ഇത് കണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിത് സിംഗിൾ എൻട്രി അപ്പോയിൻമെൻ്റ് ആയാലും മൾട്ടിപ്പിൾ എൻട്രി അപ്പോയിൻമെൻ്റ് ആയാലും നമുക്കതിൽ കാര്യമില്ല. കാരണം നമുക്കത് ആപ്ലിക്കേഷൻ VFSൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത് VFS അല്ല, എംബസിയാണ്. എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റാണ്. അപ്പോൾ എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ എത്ര നാൾ അടിച്ച് കിട്ടുക എന്നുള്ളത് ആർക്കും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അവർ തോന്നിയ പോലെയാണ് പഠിക്കുന്നത്. കാരണം 16 ആ ഡേറ്റിലായിരുന്നു ആദ്യത്തെ തവണ ഈ VFS ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഹജ്ജ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ആയിട്ടുള്ളത് 17 ആ ഡേറ്റിൽ തന്നെ ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി വിസിറ്റേഴ്സ്. പിന്നീട് പെട്ടെന്ന് തന്നെ താഷ്കീർ വെബ്സൈറ്റ് പിന്നെ ക്ലോസ് ആക്കിയിട്ടും ഒരുപാട് പേര് ലോഞ്ച് വഴി നേരിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആളുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ സിംഗിൾ 90 ഡേയ്സ് ആണ് അടിച്ച് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ കുറച്ച് പേർക്ക് മൾട്ടിപ്പിളും കിട്ടിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ കോപ്പി ചെയ്തിട്ട് വെക്കാം. ഇത് മൾട്ടിപ്പിൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ 90 ഡേയ്സിൽ തന്നെ ചിലർക്ക് മൾട്ടിപ്പിൾ ആയിട്ടും അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് അടിച്ച് വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ VFSൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാണ്. ഓക്കെ. ഇനിയിപ്പോൾ സിംഗിൾ കിട്ടിയ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുമോ, അതായത് 90 ദിവസത്തിന് ശേഷം വീണ്ടും നമുക്കത് റിന്യൂവൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്, അതായത് മൾട്ടിപ്പിൾ ഉള്ള ആളുകൾ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് ഓൺലി ത്രൂ ബോർഡർ എക്സ്റ്റൻഷൻ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ ഇപ്പോൾ സൗദി അറേബ്യയിൽ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് കോൺടാക്റ്റ് പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇത് ഭാവിയിൽ ഇത് ഓപ്പൺ ആയാൽ ഒരു പക്ഷേ നമുക്ക് സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റേഴ്സ് 90 ഡേയ്സ് ഉള്ളത് ഇതിപ്പോൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ അത് കൂടുതലോ ദിവസം തവണ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പ് എനിക്കറിയാം, ഹജ്ജിൻ്റെ മുന്നേ ചെറിയൊരു ഇഷ്യൂ ഉള്ള സമയത്ത് ചില ആളുകൾക്ക് 53 ഡേയ്സൊക്കെയാണ് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരു തവണ 2 തവണയൊക്കെ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റേഴ്സെയും ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ.